സ്വപ്നദർശനം കണ്ട ആളെ തനിക്ക് അറിയാമെന്ന് ദക്ഷിണ പറഞ്ഞതായി രേണുക മുത്തശ്ശിയോട് പറയുന്നു. അതിന്റെ സന്തോഷത്തിൽ ദക്ഷിണയുടെ നെറ്റിയിൽ മുത്തശ്ശി മഞ്ഞൾ പ്രസാദം തൊടുമ്പോൾ അവൾ അക്രമാസക്തയാകുന്നു. ദക്ഷിണയോട് അടുത്ത പൂജാരിണി ആരാണെന്ന് ചോദിക്കുന്ന മുത്തശ്ശി, ആശങ്കാകുലയാകുന്ന വൈഷ്ണവി. താനാണ് സ്വപ്നം കണ്ടതെന്ന് ഉണ്ണിയോട് പറയുന്ന ദക്ഷിണ. ഇക്കാര്യം എല്ലാവരോടും വെളിപ്പെടുത്തുന്ന ദക്ഷിണ. ഇനി തുടർന്ന് കാണുക. എന്തായാലും സ്വപ്ന ദർശനം നൽകിയതുകൊണ്ട് നാഗദേവതകൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം അറിയണം. അതിന് ദേവപ്രശ്നം വേണം. വേണ്ട, ഒന്നും വേണ്ട. ഇവർ രണ്ടുപേരും പൂജാരിണിമാരാകേണ്ടവരല്ല. പഠിക്കുന്നവർ പഠിക്കട്ടെ, വിവാഹപ്രായമായവർ വിവാഹം ചെയ്യട്ടെ. ഈ രേണുവിനെ ഉദ്ദേശിച്ചതന്നെ ഞാൻ പറയുന്നത്. പൂജയും സേവയായിട്ട് ജീവിതം കളയുന്ന ആളാ ഇവളും. മുത്തശ്ശിയുടെ ജീവിതം ഇങ്ങനെ തീർന്നില്ലേ? ഇപ്പോഴും ഒരിത്തിരി മനസമാധാനം ഉണ്ടോ ഈലത്ത്? ഒരു നേരമെങ്കിലും മര്യാദയ്ക്ക് ഉണ്ണാൻ കഴിയുന്നുണ്ടോ ആർക്കെങ്കിലും? എന്താ പറ്റിയത് എന്റെ പരദേവതകളെ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എവിടെയാ പിഴച്ചത്? ഒരാള് മാത്രം കാണേണ്ട സ്വപ്ന ദർശനം എങ്ങനെ രണ്ടുപേര് കാണും? ഒരാൾക്ക് മാത്രമല്ലേ പൂജാരിണിയാവാൻ പറ്റുള്ളൂ. ഇവരിൽ ആരാ പൂജാരിണിയാകാൻ പോകുന്നതെന്ന് മുത്തശ്ശി പറ. പറയൂ കുട്ടിയെ, തിടുക്കമായി അറിയാൻ. കാലങ്ങളായുള്ള ഒരു നാടിന്റെ കാത്തിരിപ്പാണിത്. പറയൂ. ഞാനാ സ്വപ്നം കണ്ടത്. എന്റെ നാഗദൈവങ്ങളെ, ഇനി എന്താണൊരു മാർഗം? ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ച നിങ്ങൾ തന്നെ ഒരു പോംവഴി കാണിച്ചതാ. കുഞ്ഞുകുട്ടി ഇപ്പൊ നിസ്സഹായാണ്. കുഞ്ഞുകുട്ടി, നീ വിഷമിക്കാതിരിക്ക. ഇത്രയും ദിവസം ആരും സ്വപ്നം കണ്ടില്ലോ എന്നുള്ള ആശങ്കയിലായിരുന്നു. ഇനിയിപ്പോ അത് ഒഴിഞ്ഞില്ലേ? രണ്ടുപേരെയും സ്വപ്നം കാണിച്ചത് പരദേവതകളല്ലേ? അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പൊ ആ പരദേവതകൾ തന്നെ കണ്ടെത്തും ഇതിലാര് വേണം പൂജാരിണിയെന്ന്. എന്റെ ആശങ്ക അതൊന്നും അല്ലേട്ടാ. ഇവിടുത്തെ പടിയേറ്റിന്റെ ആചാരങ്ങൾ ഏതൊക്കെ വിധത്തിലാണെന്ന് ഈ ദേശക്കാർക്ക് മുഴുവൻ അറിവുള്ളതല്ലേ? രണ്ടുപേർ സ്വപ്നം കാണില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ കണ്ട ചരിത്രം നിലവറയ്ക്കുള്ളിൽ എഴുതി വെച്ചിട്ടുള്ള താളിയോലുകളിൽ ഒന്നുമില്ല. തലമുറകളായി മാറി മാറി വരുന്ന നാഗമഠത്തെ പൂജാരിണികൾ അവരുടെ കാലഘട്ടത്തിലെ ഓരോ അനുഭവങ്ങളും ഒരു തരി പോലും കളയാതെ എഴുതി വെച്ചിട്ടുള്ളതല്ലേ? അതൊക്കെ അറിയാവുന്ന ദേശക്കാർ നാഗമഠത്ത് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു പറഞ്ഞു പരത്തില്ലേ? അത് നമ്മുടെ ശത്രുക്കൾക്ക് വലിയ സന്തോഷം നൽകുന്ന വിവരമായിരിക്കില്ലേ? ഇവിടെ സുഹൃതക്ഷയം സംഭവിച്ചു നാഗദേവതകളെയും നാഗമഠത്തെയും സ്നേഹിച്ച് ആരാധിക്കുന്ന ഒരാളും പറഞ്ഞു പരത്തില്ല കുഞ്ഞുകുട്ടി. ഉണ്ണി പറഞ്ഞ വാക്കുകൾ എന്റെ നെഞ്ചി കിടന്ന് പൊട്ടുക. ഇത്രയും കാലം സേവിച്ചിട്ടും എന്താ കിട്ടിയതെന്ന് ചോദിച്ചില്ലേ? ഇല്ലത്ത് മനസമാധാനം ഉണ്ടോന്ന്, സന്തോഷം ഉണ്ടോന്ന് ഒരു കണക്കിന് അവൻ പറഞ്ഞതിലും കാര്യമില്ലേ എന്നൊരു തോന്നൽ. എന്താ കുഞ്ഞുകുട്ടി, നീയും അവന്റെ പിന്നാലെ തുള്ളുകയാണോ? നിന്റെ കാലത്തോടെ നാഗാരാധന നിലച്ചു പോട്ടെ. അയ്യോ, ഇനിയൊരു പടിയേറ്റം വേണ്ടെന്നാണോ തോന്നല്? എന്റെ ഏട്ടാ, ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യം അത്.
നാഗമഠത്തെ ഒരു പൂജാരിണി പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം അത്. അതിന് കഴിയൂ നമുക്ക്? അങ്ങനെ സംഭവിച്ചാലുള്ള കൊടിയ ദുരന്തം അറിയാവുന്ന ആളല്ലേ ഏട്ടൻ? ഇല്ലത്തോ തായ് വഴികളിലോ പെൺതരിയില്ലാത്തൊരു കാലം എന്നെങ്കിലും വരുമെങ്കിൽ ആ കാലത്ത് മാത്രമേ ആചാരങ്ങൾ അവസാനിക്കുള്ളൂ. ഇവിടുത്തെ നാഗദേവതകൾ ഇവിടം വിട്ട് നാഗലോകത്തേക്ക് പോകും. നമ്മൾ സ്വയം വേണ്ടെന്ന് വെച്ച ദക്ഷകിയും ഉപഗണങ്ങളും പുറത്തു ചാടി നാശം വിതയ്ക്കും. നാട് നശിക്കും, കുലം മുടിയും. പരിഹാരം കാണണം. പരിഹാരം ഒന്നേയുള്ളൂ. ദേവപ്രശ്നത്തിൽ നാഗദേവതകൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയണം. അവരുടെ അഭീഷ്ടം എന്താണെന്ന് അറിയണം. അത് നടക്കുന്നതുവരെ ക്ഷുദ്രദേവതകളെ അകറ്റി നിർത്താൻ ഇന്ന് രാത്രി ഞാനൊരു വരുണ പൂജ ചെയ്യാനുണ്ട്. ഞാൻ ഒറ്റയ്ക്ക്. ആ പൂജാ സമയത്ത് ആരും എന്നെ സമീപിക്കരുത്. ദേവപ്രശ്നം അത് നടക്കരുത്. അതിന് നാഗമടത്തമ്മ ജീവനോടെ ഇല്ലാതിരിക്കണം. കൊല്ലണം, കൊന്നിട്ട് മടങ്ങാം. മടങ്ങിയാൽ ഈ രൂപം ഉപേക്ഷിക്കാം. ഒരാളും പിന്നെ ദക്ഷിണി എന്ന ദക്ഷകിയെ കണ്ടുപിടിക്കില്ല. പ്രതികാരം തീർക്കണം. മറ്റൊരു രൂപത്തിൽ ദക്ഷകിയും ഉപഗണങ്ങളും നാഗമടത്തും നാട്ടിലും ദുരന്തം വിതയ്ക്കും. ചന്ദ്രാദിത്യ വിമർദ്ദന സർവവിനാശകദക്ഷകീ എന്താ നീ എന്നോട് പോലെ ഇക്കാര്യം മറച്ചു വെച്ചത്? സ്വപ്നദർശനം കിട്ടിയ വിവരം വന്ന പാടെ പറയേണ്ടതല്ലേ? പറഞ്ഞിരുന്നെങ്കിൽ ഏത് വിധത്തിലുള്ള പരിഹാരം ഉണ്ടാവുമായിരുന്നു. ഒരു പരിഹാരമില്ല. സ്വപ്നദർശനം രണ്ടാൾക്ക് കിട്ടിയത് പോലും എനിക്കറിയില്ല. ഇവിടുത്തെ ആചാരങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ സ്വപ്നദർശനം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് മാത്രം ഇവിടേക്ക് വന്നത്. നീ വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെയോ ഒരു തെറ്റ്, അല്ലെങ്കിൽ ഒരു കള്ളത്തരം. എന്താ വാസ്തവത്തിൽ ഉണ്ടായത്? അതൊക്കെ വെറും തോന്നലുകളാ. നാഗമടുത്ത സന്തതിയെ ഞാനെന്ന കളവ് പറയേണ്ട ഒരു സാഹചര്യവും എനിക്കില്ല. ഞാൻ ഉണ്ണിയേട്ടന്റെ പെങ്ങളാ. ഇവിടുത്തെ പൂജാരിണിയാകാൻ വിധിപ്രകാരമുള്ള സ്വപ്നവും കണ്ടു കഴിഞ്ഞു. ഞാനത് വെളിപ്പെടുത്തുകയും ചെയ്തു. ഞാനാണോ വൈഷ്ണവിയാണോ പൂജാരിണിയാകേണ്ടതെന്ന് നാഗമടത്തമ്മ തീരുമാനിക്കട്ടെ. എനിക്കറിയാം നീയല്ല പൂജാരണി ആകേണ്ട ആളെന്ന്. നീ നുണ പറയുന്നതാ. മുത്തശ്ശിയെയും മറ്റുള്ളവരെയും നീ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാ. സത്യം പറ, ആരാ നീ? ഞങ്ങളുടേതായ ഈ ഇല്ലത്തെയും ഇവിടുത്തെ ആചാരങ്ങളെയും തച്ച് തകർക്കാൻ ഏത് ദുർമൂർത്തികളാ നിന്നെ പറഞ്ഞ് പദം വരുത്തി വിട്ടിരിക്കുന്നത്? ഒന്നുമില്ല. നാഗമടുത്ത പെൺതരി തന്നെയാ ഞാനും. ഉണ്ണിയേട്ടന്റെ പെങ്ങൾ. ആ കഥകളൊക്കെ മുത്തശ്ശിയോട് വെളിപ്പെടുത്തിയതല്ലേ? പിന്നെയും പിന്നെയും ഈ ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല. നാഗമടത്തമ്മ വരുണപൂജ ആരംഭിച്ചിട്ടുണ്ടാവും. വരുണപൂജ അവരുടെ മരണപൂജയാകണം. നാഗമടത്തമ്മയുടെ ചത്തുമലച്ച ശവം കണ്ടുകൊണ്ടാകണം നാളെ ഇവിടെയുള്ളവരുടെ പ്രഭാതം ആരംഭിക്കേണ്ടത്.
നാഗമടത്തുകാരുടെ കണ്ണീര് വീണ് കുതിർന്ന നാഗഭൂമിയിൽ എന്റെ പ്രതികാരത്തിന്റെ കനലെരിയണം. शिवं 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 ॐ शिवं 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 ॐ शिवं 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 ദക്ഷകി, ശിവനാഗങ്ങളെ പൂജിക്കുന്ന പൂജാരനെ കൊല്ലാൻ സമ്മതിക്കില്ല ഞാൻ. അതിന് നിനക്കാവില്ല. കൊല്ലും ഞാൻ, കൊന്നേ പോകൂ. ഇന്നല്ലെങ്കിൽ നാളെ എന്നും രക്ഷിക്കാൻ ശിവനാഗങ്ങൾക്ക് കഴിയില്ല. നിലവറയ്ക്കുള്ളിലെ കുടത്തിൽ നിന്നും എന്റെ ഉപകരണങ്ങളെ രക്ഷിക്കും ഞാൻ. അതിനുള്ള മാർഗം എനിക്കറിയാം. ഇത് ദക്ഷകിയ. അതിന് നിനക്ക് കഴിയുമെങ്കിൽ ചെല്ല്. മുത്തശ്ശൻകാവിലെ നാഗപ്രതിഷ്ഠയ്ക്കുള്ളിലെ ആ താക്കോൽ കൂട്ടമെടുത്ത് നിലവറ തുറക്ക്. എന്നിട്ട് കഴിവ് തെളിയിക്ക് നീ. തുറക്കും ഞാൻ. നോക്കിക്കോ, ദക്ഷകിയുടെ പ്രതികാരാജ്ഞിയിൽ ഈ നാടും നാഗമടവും മുടിയും. ॐ शिवं 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 ഭവേ ഭവേ യഥാ ഭക്തി
ആദയോസ്തവ ജായതേ തദകുരിഷ്യ ദേവേശ നാദസ്തുന്നോ യതപ്രദോ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണമോ ദുഃഖശമനം ത്വം നമാമി ഹരീംബരം. ഓം സ്വാഹ 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 സ്വാഹ. എന്താ തിരുമേനി, പ്രശ്നവിധിയിൽ എന്താ തെളിഞ്ഞിരിക്കണത്? മറച്ചു വെക്കാൻ വയ്യ. നാഗമ്മടത്ത് ഒരുപാട് വിഘ്നങ്ങൾ നടക്കാനിരിക്കുന്നു. കല്യാണിയുടെ മരണം ദക്ഷയുടെ ഉപദ്രവം മൂലമാ. ദക്ഷകി അവൾ ബന്ധനത്തിൽ നിന്നും മോചിതയായിരിക്കുന്നു. അമ്മേ ദേവി, എന്റെ നാഗദൈവങ്ങളെ രക്ഷയ്ക്ക് പുറത്ത് ചാടിയെന്നോ? എന്താ ഞാനീ കേക്കണത്? സത്യമാണ് നാഗമ്മടത്തമ്മേ. പ്രശ്നവിധിയിൽ കണ്ട കാര്യം മാത്രമാ നോം പറഞ്ഞത്. ഈശ്വര, രക്ഷയ്ക്ക് പുറത്ത് ചാടിയെങ്കിൽ അത് മരണതുല്യമാകും. നാഗമടുത്തും ഈ ദേശത്തും വൻ നാശമായിരിക്കും വിതയ്ക്കുക. അതെ, അതാണ് സത്യം. അയ്യോ, ദക്ഷയ്ക്ക് നാട്ടിലും ഇല്ലത്തും വൻ നാശനഷ്ടങ്ങൾ വരുത്തുക തന്നെ ചെയ്യും. എന്റെ ഈശ്വര, ദുർമരണങ്ങൾ ഇനിയും സംഭവിക്കും. അയ്യോ, എന്താ ചെയ്യേട്ട? കാര്യങ്ങൾ മുടക്കാൻ ഒരു പ്രതിവിധിയേ ഉള്ളൂ. ഉണ്ണി നമ്പൂതിരിയിൽ ആവേശിക്കുക. ഇയാളെല്ലാം തകർക്കട്ടെ. ഉണ്ണിയേട്ടാ, ഞാനുണ്ട് കൂടെ. ഈ ദുരാചാരങ്ങളെ തച്ചു തകർക്ക. ഓം നാഗേക്ഷീ നമഃ. ഓം മതി, പ്രശ്നം വെപ്പ് നിർത്ത. നിർത്തി ദുരാചാരങ്ങൾ. എന്താ കാട്ടണേ? ഏത് പ്രശ്നം വെച്ചാലും മാറുന്നല്ല ഇവിടുത്തെ പ്രശ്നങ്ങള്. നിർത്തിക്കോ പഴുതാരെ ആരാധിക്കുന്ന ഓരോരോ ആചാരങ്ങള്. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. മോനെ, ഇനി ഈ നാഗമടുത്ത് ഒരു പൂജാരന് വേണ്ട. അയ്യോ, ഇവിടെ ഒരു ആരാധന വേണ്ട. നിർത്തിക്കോ എല്ലാം. ഉണ്ണി, ഉണ്ണിയെ മിണ്ടാതിരിക്കേ. ദൈവത്തിന്റെ തീരുമാനം വിധിപ്രകാരം അറിയുന്ന സന്നിധിയാണിത്. അലങ്കോലപ്പെടുത്താതെ ഒന്ന് പോ. എന്ത് ദൈവയുടെ തീരുമാനം? എല്ലാവർക്കും ഭ്രാന്ത. നിങ്ങൾക്ക് മുഴുവൻ ഭ്രാന്ത. അരുത്, കേട്ടുണ്ണിയെ. മതി, ഇനി ഇവിടെ ഒന്നും വേണ്ട. ദുരാചാരങ്ങൾ ഇനി നാഗമഠത്തിന് പടികേറി വരരുത്. ഒരാളെ ഇനി ഇവിടെ പൂജാരണി ആവണ്ട. ദൈവങ്ങളെ, നശിച്ച ഈ ആചാരങ്ങൾക്ക് ഇന്നിവിടെ കൊട്ടിക്കലാശം. ഇനി ഇവിടെ ഒന്നും വേണ്ട. കാട്ടിക്കൂട്ടണേ. എന്നോട് പൊറുക്കണേ ദേവി, പൊറുക്കണേ. എന്റെ
ദൈവങ്ങളെ, എനിക്കിത് കാണാൻ വയ്യ. മുരളിയേട്ടാ, പറയുന്നത് കേൾക്ക്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്?